ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട്. അത് കല്ലുമ്മക്കായ എങ്ങനെ നിറക്കുന്നതെന്ന് കാണിക്കാം. ഇതിപ്പോൾ കഴുകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കല്ലുമ്മക്കായ ഒന്ന് കഴുകിയെടുക്കട്ടെ. അങ്ങനെ എല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അരി നിറക്കും. ഇനിയിപ്പോൾ അത് നിറക്കാൻ കുറച്ച് പച്ചരിയും അതിലേക്കൊരു 3 പീസ് ഇഞ്ചി ഇടും, 3 പച്ചമുളക് ഇടും, പിന്നെ കുറച്ച് പെരുംജീരകം ഇടണം, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ ഒരു ഉള്ളി മുറിച്ചിട്ടിട്ട് ഒന്ന് മിനുസാവാണ്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ പത്തലിൻ്റെ പൊടിയിട്ട് നന്നായി കുഴച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിടുക, പൊടിയിട്ടെടുക്കുക. ഇതുപോലെ എല്ലാം നന്നായി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവിക്ക് വെക്കണം. ചില ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇതിങ്ങനെ ആവിക്ക് എടുത്തതിന് ശേഷം മുളകിൽ മുക്കി എണ്ണയിൽ ഈ തോടോടെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നന്നായിട്ട് 2 സൈഡും എല്ലായിടത്തും മുളക് വന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതെല്ലാം ഇങ്ങനെ അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവി കയറ്റി എടുക്കണം. എന്നാലും എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തണുത്തിട്ടാകുമ്പോൾ തോടുന്ന് ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത്ര തന്നെ കുറച്ചധികം വെളുത്തുള്ളി മുളകിൽ നന്നായി ചതച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വയറിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ.